iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് 71st നാഷണൽ ഫിലിം അവാർഡ്സിനെ പറ്റിയാണ്. നോക്കാം എന്താണ് ഈ 71ാം ഫിലിം അവാർഡ്സിലെ ആരൊക്കെയാണ് ജേതാക്കൾ എന്നുള്ളതെല്ലാം ഈ വീഡിയോ ക്ലാസ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. നോക്കാം, 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് നൽകിയത് 2023 സർട്ടിഫൈ ചെയ്ത ഫിലിമിനാണ്. ഓർക്കുക, 2023 കാലണ്ടർ ഇയറിൽ ഇറങ്ങിയ സിനിമയുടെ ആ ഒരു അവാർഡാണ് 71ാം നാഷണൽ ഫിലിം അവാർഡിനകത്തിലുള്ളത്. എന്നാണ് ഇത് നൽകിയത്? 23-ാം തീയതി സെപ്റ്റംബർ 23, 2025 സെപ്റ്റംബർ 23-ാം തീയതി ആയിരുന്നു ഈ ഒരു അവാർഡ് ദാനച്ചടങ്ങ് നൽകിയത്. വിജ്ഞാൻ ഭവൻ, ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ്. നമ്മുടെ രാഷ്ട്രപതിയാണ് ഈ ഒരു അവാർഡ് ജേതാക്കൾക്ക് സമ്മാനിക്കുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും അതേ ആ ഒരു അവാർഡ് ദാന ചടങ്ങിലാണ് നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിന് ലഭിച്ചത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് 2023 ആ കാലണ്ടർ ഇയറിലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിന് തന്നെയാണ്. ശ്രദ്ധിക്കുക. ഇനി ആർക്കൊക്കെയാണ് 71ാമത് നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചതെന്ന് നോക്കാം. ഏറ്റവും മികച്ച ചിത്രം ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 12th ഫെയിൽ എന്ന ഫിലിമിനാണ്. വിനോദ് ചോപ്ര ഫിലിംസ് ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു 12th ഫെയിൽ എന്ന സിനിമ. പ്രൊഡ്യൂസേഴ്സായ വിനോദ് ചോപ്ര, അതേപോലെ യോഗേഷ് ഈശ്വറുമാണ്. ശ്രദ്ധിക്കുക, 71ാമത് നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഫിലിമിനെയാണ്? 12th ഫെയിൽ എന്ന ഫിലിമാണ്. വിനോദ് ചോപ്രയുടെ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ. അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ആരാണ്? വിനോദ് ചോപ്രയും യോഗേഷ് ഈശ്വറുമാണ്. ബെസ്റ്റ് ആക്ടർ, മികച്ച അഭിനേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരെയാണ്. ഷാരൂഖ് ഖാൻ ഫോർ ജവാൻ എന്ന ഫിലിമിലെ അഭിനയത്തിന് ഷാരൂഖ് ഖാനെയും, അതേപോലെ 12th ഫെയിൽ എന്ന ഫിലിമിന് വിക്രാന്ത് മാസിയെയുമാണ് ബെസ്റ്റ് ആക്ടർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, അവാർഡ് നൽകപ്പെട്ടത്. അതേപോലെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട്, മികച്ച നടിയായിട്ട് 2023 വർഷങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? റാണി മുഖർജിയാണ്. ഏത് ഫിലിമിനാണെന്ന് നോക്കാം. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ആ ഒരു ഫിലിമിനാണ് റാണി മുഖർജിയെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെസ്റ്റ് ഡയറക്ടർ ആരായിരുന്നു? സുദീപ്തോ സെൻ ആണ്. ദ കേരള സ്റ്റോറി എന്ന ഫിലിമിനാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. നോക്കാം, ആർക്കാണ്? സുദീപ്തോ സിംഗിനാണ് ലഭിച്ചത്. ഏതായിരുന്നു ഫിലിമിന്റെ പേര്? ദ കേരള സ്റ്റോറി. ഓർക്കുക, ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ്. അതേപോലെ ബെസ്റ്റ് പോപ്പുലർ ഫിലിം, മികച്ച പോപ്പുലർ ഫിലിം ഏതായിരുന്നു? റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ഫിലിമിനാണ് മികച്ച പോപ്പുലർ ഫിലിം എന്ന ഒരു അവാർഡ് 71ാം നാഷണൽ ഫിലിം അവാർഡിൽ ലഭിച്ചത്. അതിന്റെ ഡയറക്ടർ ആരായിരുന്നു? കരൺ ജോഹർ ആയിരുന്നു ആ ഒരു ഫിലിമിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. നോക്കുക, ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏതാണ്? റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ഫിലിമിനാണ്. ബെസ്റ്റ് ഫിലിം ഏതാ? ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏതാണ്? 12th ഫെയിൽ ആണ്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏതാണ്? അല്ലെ ഓൾസം എന്റർടൈൻമെന്റ് ഫിലിം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ഫിലിമാണ്. ഡയറക്ടർ കരൺ ജോഹർ ആണ്. ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം, മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽ പാർട്ട് 2 എന്ന ഫിലിമാണ്. ആ ഫിലിമിൽ അഭിനയിച്ചതിനാണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് ട്രിഷ തോസാറിന് ലഭിച്ചത്. അതിന്റെ ഡയറക്ടർ സുധാകർ റെഡ്ഡി യഖാന്തിയാണ്. ഓർക്കുക, ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം ഏതാണ്? നാൽ പാർട്ട് 2 ആണ്. അതേപോലെ ബെസ്റ്റ് ചൈൽഡ് അവാർഡ് ലഭിച്ചത് ട്രിഷ തോസാറിനാണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറായിട്ട്, അതും ജോയിന്റ് വിന്നേഴ്സ്, 2 അഭിനേതാക്കൾക്കാണ് ആ ഒരു അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ വിജയരാഘവനാണ് ഒരു അവാർഡ് ലഭിച്ചത്. പൂക്കാലം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന്റെ അവാർഡ് ലഭിച്ചത്. അതേപോലെ പാർക്കിംഗ് എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചതിന് മുത്തുപേട്ടെ സോമു ഭാസ്കറിനും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നോക്കുക. അടുത്തതായി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. ആരാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്? അതും 2 പേർക്കാണ് ആ ഒരു അവാർഡ് ലഭിച്ചത്.
നമ്മളുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ഫിലിമിൻ്റെ ഭാഗമായി അഭിനയിച്ചതിന് ഒരു അവാർഡ് ലഭിച്ചു. അതേപോലെ വാഷ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ജാൻകി ബോദിവാലയ്ക്കും ആ ഒരു അവാർഡ് 71st നാഷണൽ അവാർഡ് ഫിലിം അവാർഡ് ലഭിച്ചു, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. ഓർക്കുക, നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരവാണ് അല്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, PSCക്കും അതേപോലെ സെറ്റ് നെറ്റ് എക്സാംസിനെല്ലാം ഈ ഒരു നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെക്കുക, കുറിച്ചു വെക്കുക. എക്സാമിന് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.